മഴ തോരും മുമ്പയുടെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വീട്ടിൽ വാശിയോടുകൂടി തന്നെ മുത്തശ്ശിനെ കൊണ്ടാക്കി വന്ന വൈജയന്തി അങ്ങനെ ജയിച്ചു എന്ന് വിചാരിക്കണം. അപ്പം ഇനി അമ്മയുടെ പേരിൽ എന്തായാലും ഇവളവിടെ പിടിച്ചു നിർത്തണ്ടല്ലോ. അമ്മനെ നോക്കാൻ വേണ്ടി അച്ഛനെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന ഹോം നേഴ്സല്ലേ. അപ്പോൾ ആ പേരിൽ ഇനി നാട്ടുകാരോട് പറയണ്ടല്ലോ. ഞാൻ ചോദിച്ചാലും പറയാലോ അമ്മനെ വീട്ടിൽ കൊണ്ടാക്കി. ഇനി ഇവളിവിടെ ആവശ്യമില്ലല്ലോ. എനിക്ക് എൻ്റെ മക്കൾക്കും ഭർത്താവിനും വെച്ച് വിളമ്പാൻ എനിക്കറിയാം. അങ്ങനെയൊക്കെ ഇനി വൈജയന്തിന് മനസ്സിൽ കണക്ക് കൂട്ടിയിരുന്നത്. പക്ഷേ വൈജയന്തി അമ്മനവിടെ കൊണ്ടാക്കിയത് മാത്രം വെച്ചായുള്ളൂ. എന്തിനാ എന്നോടുള്ള വാശിക്ക് മുത്തശ്ശിനെ അവിടെ കൊണ്ടാക്കിയത്? അതിനെ അവിടെ കിടന്ന് ആരംഭിച്ച് കൊല്ലാനല്ല അവരെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ അധികം ദിവസം അവിടെ നിൽക്കില്ലടി, നീ നോക്കിക്കോ. നിന്നെ ഇവിടുന്ന് ഓടിച്ചാൽ എൻ്റെ അമ്മനെ ഞാൻ പിറ്റേ ദിവസം തന്നെ കൊണ്ടുവരുമെന്ന് അറിയും. ഞാനിവിടുന്ന് പോയിട്ട് വേണ്ടേ എന്ന് നമ്മുടെ അലീന ചോദിക്കുന്നത്. നീ പോകടി, നിന്നെ പറഞ്ഞയക്കാൻ എനിക്കറിയാം. നിന്നെ ദത്തപുത്രി എന്നുള്ള ലേബൽ തന്ന ആളെ കൊണ്ട് തന്നെ അതെടുത്ത് കളയിപ്പിച്ച് നിന്നെ ഞാനിവിടുന്ന് ചൂലിനടിച്ചിറക്കോടി എന്ന് പറയും. ഞാൻ വീണ്ടും പറയുന്നു മാഡം, ഞാൻ മേഡത്തിനൊരു എതിരാളിയല്ല, മാഡത്തിന് ശത്രുവല്ല. ഞാൻ മാഡത്തിനൊന്നും ചെയ്തിട്ടില്ല, നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. മാഡത്തിന് മാത്രമല്ല മാഡത്തിൻ്റെ മക്കൾക്കും മാഡത്തിൻ്റെ ഭർത്താവിനായാലും അങ്ങനെ തന്നെയാണ്. ഞാൻ നിങ്ങളെല്ലാവരും എൻ്റെ സ്വന്തക്കാരായിട്ട് കാണുന്നത്. നിൻ്റെ സ്വന്തം ഞങ്ങൾക്ക് വേണ്ടറി. വീട്ടുവേലക്കാരിയായി വന്നിട്ട് നീ വീട്ടുകാരിയായതല്ലേടി എന്നൊക്കെ ചോദിച്ച് വൈജയന്തി വീണ്ടും ദേഷ്യപ്പെടുന്നുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു മാഡം, നന്നായി അഡ്ജസ്റ്റ് ചെയ്ത് മാഡം ഒന്ന് ക്ഷമിച്ച് നിന്നാൽ ഇവിടെ തീരാവുന്ന പ്രശ്നങ്ങളുള്ളൂ. ഇല്ലെങ്കിൽ നാളെ മാഡം ഒരുപാട് ദുഃഖിക്കേണ്ടി വരുന്ന അലീന പറയുന്നത്. ഞാൻ സഹിച്ചോളറേ. അത് നിന്നെ തലയിലേറ്റി വെച്ചിട്ടുള്ള സന്തോഷമൊന്നും എനിക്ക് വേണ്ട. ബാലചന്ദ്രനായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചാലും കുഴപ്പമില്ല. പക്ഷേ നിന്നെ ഞാനിവിടെ വാഴിക്കില്ല. എൻ്റെ മക്കളെ കൂട്ടത്തിൽ എൻ്റെ മക്കളായിട്ടോ മക്കളെ പോലെ കാണാൻ പറഞ്ഞാൽ ഒന്നും നടക്കില്ലടി. എനിക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഞാൻ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഞാൻ ആരുമില്ലാത്തടത്തുനിന്നൊന്നും വന്നതൊന്നല്ല ബാലചന്ദ്രൻ പറയുന്നത് പോലെ. ഇനി എന്താ സംഭവിക്കാൻ പോണെന്ന് കണ്ടറിയാടി എന്നൊക്കെ പറയും. എന്തായാലും അലീന ഒന്നും പറയില്ല. പക്ഷെ വൈജയന്തി വീണ്ടും അലീനനായിട്ട് ഇങ്ങനെ വഴക്കുണ്ടാക്കണം. എങ്ങനെയെങ്കിലും ഇവളിവിടുന്ന് ഓടിക്കണം എന്നുള്ളത്. അമ്മനോടൊക്കെ ഉണ്ടാക്കിയതിൽ വൈജയന്തിക്ക് ചെറിയൊരു വിഷമം കുറ്റബോധമൊക്കെ ഉണ്ട്. കാരണം കമലേടത്തി വെള്ളം പോലും കൊടുക്കൂല. ഒരു പക്ഷേ മുത്തശ്ശിക്ക് എന്തായാലും ഒരു കൊട്ട ആവശ്യമായിരുന്നു ശരിക്കും. അതുകൊണ്ടാണ് ബാലേന്ദ്രൻ പറഞ്ഞത് അവിടെ നിൽക്കട്ടെ, നിന്നെ കുറ്റം പറഞ്ഞത്. നീ ഇത്രയും നോക്കി വീണ കിടന്നിടത്തുനിന്ന് എഴുന്നേൽപ്പിച്ച് ഇരുത്താറാക്കിയില്ലേ. എന്നിട്ട് നിന്നോടൊരു നന്ദി ആ സ്ത്രീക്ക് ഇല്ലല്ലോ, അവളുടെ അമ്മയ്ക്ക്. അത് അവളുടെ സ്വഭാവം തന്നെയല്ല അവളുടെ അമ്മയ്ക്ക് ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് അപ്പം ബാലചന്ദ്രൻ അലീനയോട്. പിന്നീട് കൃഷ്ണമോള് വൈജയന്തിയായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട്. അമ്മ ആരോടാണ് കളിക്കുന്നതെന്ന് അമ്മ അറിയുന്നില്ല, ആരെയാണ് അമ്മ തോൽപ്പിക്കാൻ നോക്കണേന്ന് അറിയുന്നില്ല. ഇതൊക്കെ അമ്മ സത്യം നാളെ അറിഞ്ഞു വരുമ്പോൾ അമ്മ ഒരുപാട് കരയേണ്ടി വരും എന്ന് പറയും. അപ്പോൾ വൈജയന്തിക്ക് ദേഷ്യം വരുന്നു. കരിങ്കാലി ഇവളിങ്ങനെ ഒരെണ്ണം തലതിരിഞ്ഞു പോയി, എൻ്റെ വയറ്റിൽ തന്നെ ഇവള് പിറന്നില്ലേ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നു. അപ്പോൾ അലീനയ്ക്ക് നമ്മുടെ കൃഷ്ണമോളോട് ഒരുപാട് സന്തോഷം സ്നേഹമൊക്കെയാണ്. കാരണം അച്ഛൻ എന്തൊക്കെയായാലും ഇപ്പം ചേച്ചി എന്നുള്ള കാര്യം, ഒരുപാട് ചേച്ചി എന്നുള്ള അർത്ഥത്തിൽ എന്നോട് സ്നേഹിക്കുന്നത് താനിവളുടെ സ്വന്തം ചേച്ചി എന്നുള്ള കാര്യം അവൾ അറിഞ്ഞതായിട്ട് അലീനയ്ക്കും അറിയില്ലല്ലോ. ബാലചന്ദ്രൻ തൻ്റെ മനസ്സ് തൻ്റെ മകൾക്ക് മുന്നിൽ തുറന്നത് അലീനയ്ക്ക് അറിയില്ല. അലീന വിചാരിച്ചത് ആദ്യം ഉണ്ടായിരുന്ന പോലത്തെ ഉള്ളൊരു സ്നേഹം തന്നെയാണ് കൃഷ്ണമോൾക്ക് എന്ന് വിചാരിക്കുന്നു. എന്തായാലും അലീനയും കൃഷ്ണമോളും കിച്ചണിൽ കയറി. കിച്ചണിൽ അലീന പണിയെടുക്കുമ്പോൾ അലീന നല്ല വിധത്തിൽ സഹായിച്ചു കൊടുക്കണം ഒരു അനിയത്തി എന്നുള്ള നിലയ്ക്ക്. എത്ര വേണ്ടാന്ന് പറഞ്ഞാലും കൃഷ്ണമോള് സമ്മതിക്കണമെന്നില്ല. കിച്ചണിൽ ചെന്ന് കഴിഞ്ഞിട്ട് എല്ലാവിധ സഹായങ്ങളും സ്വന്തം ചേച്ചിക്ക് ചെയ്തു കൊടുക്കണം. പിന്നീട് കൃഷ്ണമോളെ കുറ്റം പറയുന്നത്, കൃഷ്ണമോൾ അമ്മനെ കുറ്റം പറയുന്നതിലും അലീനനെയും അച്ഛനെ സപ്പോർട്ട് ചെയ്യുന്നതിലും വഴക്ക് പറയുന്നത്. നീ വലിയ ആളാവൊന്നും വേണ്ട, ഞങ്ങൾ അമ്മയുടെ കൂടെയാണ്, ഞങ്ങൾ കട്ട സപ്പോർട്ട് ഞങ്ങളുടെ അമ്മയ്ക്ക് കൊടുക്കുന്നു പറഞ്ഞപ്പോൾ അമ്മ ആരാണെന്നും എന്താണെന്നും നിങ്ങൾ അറിഞ്ഞിട്ടില്ല. നിങ്ങൾ അറിയുമ്പോൾ അത് വല്ലാത്തൊരു വിഷമത്തിലേക്ക് നിങ്ങൾക്ക് ഇടവരുത്തുന്നു പറഞ്ഞപ്പോൾ എന്തടി എന്ന് ചോദിക്കും. പക്ഷെ അതിന് അവർ മറുപടി കൊടുക്കില്ല. ഇപ്പം തൽക്കാലം നിങ്ങൾ അതറിയണ്ടെന്ന് പറയും. അങ്ങനെ ബാലേന്ദ്രൻ പറയും, അത് നല്ല കാര്യമാണല്ലോ. അവർ മൂന്നാളും ഒരു കൂട്ട്, അതായത് ബബിതയും അതുപോലെ തന്നെ രോഹിത്തും വൈജയും ഒരു കൂട്ട്, ഞാനും കൃഷ്ണമോളും അലീനമോളും ഒരു കൂട്ട്. അത് നന്നായി. മൂന്ന് പേര് ഒരു വീട്ടിൽ. അങ്ങനെ രണ്ട് കെട്ടായി, രണ്ട് ചേരിയായിട്ട് നമുക്ക് യുദ്ധം ചെയ്യാന്നേ എന്ന് പറഞ്ഞ് കൃഷ്ണമോളോടും അലീനനോടും ബാലചന്ദ്രൻ തമാശയൊക്കെ പറഞ്ഞ് ചിരിക്കുന്നു. എന്തായാലും കൃഷ്ണമോളും അലീനയും ബാലചന്ദ്രനും കൂടെ സന്തോഷത്തോടുള്ള ഒരു കുടുംബജീവിതം തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വൈജയന്തിയുടെ കയ്യിൽ നിന്ന് പോകണമല്ലാതും. കാരണം വൈജയന്തിയോട് അലീന പറയുന്നുണ്ട്, മാഡം എന്നെ എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ, എനിക്ക് മാഡത്തിനോട് ഒരു ദേഷ്യമോ വിദ്വേഷമോ ഒന്നുമില്ല എന്ന് പറയുന്നത്. മാഡം എന്നെ എങ്ങനെ കണ്ടാലും കുഴപ്പമില്ല. പക്ഷെ നാളെ മാഡം ഇതൊക്കെ അറിയുമ്പോൾ മാഡത്തിൻ്റെ അവസ്ഥ എന്താവും എന്നെനിക്കറിയില്ല എന്ന് പറയും. അപ്പോൾ വൈജയന്തി ഇങ്ങനെ ആകെ വായ തുറന്നിരിക്കുന്നു. ഒന്നും മനസ്സിലാവണില്ല ഇവള് ചില നേരത്ത് പറയുന്ന കാര്യങ്ങളൊന്നും. അലീനോട് വെറുപ്പിടുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ അലീന പറയുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ വൈജയന്തി വായടച്ച് പോകണ്.
അത്രയധികം ഒരു സാധുവിനെ പോലെയാണ് അലീന വൈജയന്തിയുടെ മുന്നിൽ നിൽക്കുന്നത്. തൻ്റെ സ്വന്തം പെറ്റമ്മയല്ലേ, അതുകൊണ്ട് തന്നെ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും വൈജയന്തി അലീനയുമായി ഒട്ടും അടുക്കുന്നില്ല. പിന്നീട് നമ്മുടെ കമലനെ കാണിക്കുന്നത് കമല മുത്തശ്ശീനെ അവിടെ കൊണ്ടു നിർത്തിയതിൽ കമലയ്ക്ക് വല്ലാത്ത ദേഷ്യമുണ്ട്. അങ്ങനെ കമല ഭർത്താവിനെ വിളിച്ച് പറയുന്നുണ്ട്, ശിവേട്ട അതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വൈജയന്തിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. അവൾ അത്ര നല്ല ആളൊന്നല്ല, അവൾ സാമർത്ഥ്യത്തിലൊന്നും ഒട്ടും പിറയിലൊന്നുമല്ല, അവൾ ഒട്ടും ഒതുങ്ങി കൊടുക്കില്ല ബാലേന്ദ്രൻ്റെ മുന്നിൽ. അവൾക്കൊന്ന് ഒതുങ്ങിയാൽ എന്താ കുഴപ്പം, അവളൊന്ന് ഒതുങ്ങിയാൽ തീരാവുന്നതുള്ള അവിടുത്തെ പ്രശ്നങ്ങൾ. ഇപ്പോൾ ദേ അമ്മനെ കൊണ്ട് ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. എനിക്കൊന്നും നിങ്ങൾ അമ്മനെ നോക്കാൻ പറ്റില്ല കേട്ടാ, ഉള്ള കാര്യം പറഞ്ഞേക്കാം. ഒന്നാമത്തെ കാര്യം, ഞാൻ എന്ത് ചെയ്താലും അവർക്ക് കുറ്റമാണ്, ഇഷ്ടപ്പെടില്ല. എന്നെ കാണുന്നത് തന്നെ അതിന് ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. നീ ഒന്ന് സമാധാനപ്പെടുക, ഞാൻ വൈദ്യരുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാതെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. ഞാനും രാജീവനും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വരുന്നുണ്ട്. രാജീവനും വരുന്നുണ്ടോ എന്ന് ചോദിക്കും. ആ രാജീവനും കൂടി വേണം, ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ട് എന്താ കാണിക്കാനാ, അവനും കൂടി ഉണ്ടെങ്കിലേ എനിക്കൊരു ധൈര്യം ഉണ്ടാവുള്ളൂ എന്ന് പറയും. അപ്പോൾ ഗംഗേട്ടനോ എന്ന് പറയും. ഗംഗേട്ടനെ വിളിക്കണ്ട, ഗംഗേട്ടൻ നല്ലതിനും ചീത്തയ്ക്കും ഒന്നും ചിലപ്പോൾ കൂട്ട് നിൽക്കുന്നു വരില്ല. അതുകൊണ്ട് ബാലേന്ദ്രൻ്റെ ഒരു പണി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാനും രാജീവനും തന്നെ പറ്റുള്ളൂ. അങ്ങനെ നീ ഇപ്പോൾ അമ്മനോടൊപ്പം തൽക്കാലം നീ വിദ്വേഷമൊന്നും കാണിക്കേണ്ട. അലീന അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അമ്മനെ അവൾ കൊണ്ടുപോയിക്കോളും, പിന്നെ നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ടാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നല്ലത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കാര്യം അന്വേഷിച്ച് പോകൂട്ടാ, എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല, നിങ്ങളുടെ തള്ളനെ നോക്കാമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. പിന്നെ മുത്തശ്ശി വന്നതോടുകൂടി മനുവിന് ഒരു കാര്യം മനസ്സിലായി. മുത്തശ്ശിന് എന്തായാലും വൈജയന്തി ഇവിടെ കൊണ്ടാക്കിയേക്കണ് അലീനനെ അവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ടെന്ന് മനസ്സിലായി. അങ്ങനെ നമ്മുടെ മുത്തശ്ശിയിലേക്ക് മനു ചെല്ലുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ സുഖമല്ലേ എന്ന് ചോദിക്കും. ഇവിടെ എന്താ സുഖക്കുറവ്, നിൻ്റെ അമ്മ എന്നെ പൊന്നു പോലെയല്ലേ നോക്കണേന്ന് അറിയും. പൊന്നുപോലെ നോക്കിയിരുന്ന ഒരു പെണ്ണിനെ മുത്തശ്ശി പെട്ടെന്ന് കാല് മാറി സ്നേഹിക്കാണ്ടായില്ലേന്ന് പറഞ്ഞപ്പോൾ, ഞാൻ അവളെ സ്നേഹിക്കാണ്ടൊന്നും ആയതൊന്നുമല്ല, എൻ്റെ മോളുടെ ജീവിതം നശിക്കുന്ന കണ്ടപ്പോൾ അവളവിടെ നിന്ന് പോയാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി, അത്ര ഉള്ളൂ. അല്ലാണ്ട് അവളോട് എനിക്കൊരു ദേഷ്യ വൈരാഗ്യം ഒന്നും ഇല്ലട ചക്കാന്ന് പറയും. ഇല്ല, മനസ്സിലായി മുത്തശ്ശി. മുത്തശ്ശിയുടെ കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ അലീന വേസ്റ്റ് ആയല്ലേ മുത്തശ്ശിക്ക്. ഇവിടെ മുത്തശ്ശിക്ക് ഇടുന്നത് എങ്ങനെയാണെന്നും അവൾ വന്നൊരു ദിവസം കൊണ്ട് മുത്തശ്ശിക്ക് വന്ന മാറ്റം ഞാൻ കണ്ടതല്ലേ. പിന്നെ എന്തിനാ മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറയുന്നത്? മുത്തശ്ശിയുടെ മനസ്സിൽ ഇപ്പോൾ അവളോട് ദേഷ്യമെന്ന് എനിക്കറിയാം. അവൾ പോയാലും കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയില്ലേ. അവൾ അവിടെ രണ്ടാമത് തിരിച്ചു വന്നതുകൊണ്ടല്ലേടാ ഞാൻ വീണ്ടും നിൻ്റെ ഈ അമ്മയുടെ മുഖം കാണാൻ വേണ്ടി വന്നത്. നിൻ്റെ അമ്മയുടെ കൂടെ എനിക്ക് നിൽക്കാനൊന്നും പറ്റുന്നില്ല, എനിക്ക് അങ്ങോട്ട് തന്നെ പോയാൽ മതി. അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കൂടി എന്നെ ഒരു അനാഥാലയത്തിൽ കൊണ്ടാക്ക്, അതാണ് ഇപ്പം എന്നോട് ചെയ്യാവുമ്പോൾ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞ്. അതാണ് നല്ലത്. എന്തായാലും ഇനി അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കേണ്ട, കടപ്പാട്ടൂർക്ക് പോയാൽ എന്തായാലും ബാലേന്ദ്രൻ ഞങ്ങൾ മുത്തശ്ശിനെ സ്വീകരിക്കാൻ വഴിയില്ല. അതെന്നാ കാര്യം, ഞാൻ അവൻ എന്നാ ചെയ്തതെന്ന് ചോദിക്കും. മുത്തശ്ശി ഒന്നും ചെയ്യണ്ട, അലീനനെ ആരൊക്കെ ശത്രുവായി കാണണോ അവരൊക്കെ ബാലേന്ദ്രൻ ഞങ്ങളുടെ ശത്രുവാണെന്ന് പറയും. ഞാൻ അതിനവളെ ശത്രുവായിട്ട് കാണുന്നില്ലല്ലോ എന്ന് പറയും. മുത്തശ്ശിയുടെ പെട്ടെന്നുള്ള ഭാവമാറ്റവും മുത്തശ്ശിയിൽ വന്ന സ്വഭാവത്തിൻ്റെ വ്യത്യാസമൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അലീനയും പറഞ്ഞു മുത്തശ്ശിക്കും എന്നെ ഇഷ്ടമില്ലാണ്ടായി എന്നുള്ള കാര്യം. വൈജാൻറ്റിനെ പോലെ തന്നെ മുത്തശ്ശിയുടെ സ്വഭാവം മാറി എന്നുള്ള കാര്യം അവർക്കും അറിയാം. എന്തായാലും മുത്തശ്ശി കുറച്ച് നാൾ നല്ല സുഖമായിട്ടല്ല ജീവിച്ചത്. ഇനി കുറച്ച് നാൾ കുറച്ച് ബുദ്ധിമുട്ടിൽ ജീവിക്കുക. അതായത് എൻ്റെ അമ്മേരെ ആട്ടും തൂപ്പൊക്കെ കേട്ടും കഴിഞ്ഞിട്ട് കിടക്ക്. അപ്പം എൻ്റെ അമ്മയാണോ വലുത് അലീനയാണോ നല്ലതെന്നൊക്കെ മുത്തശ്ശിക്ക് തന്നെ തോന്നും. അതുവരെ മുത്തശ്ശി ഇവിടെ തന്നെ താമസിക്കാൻ പറയുന്നു. മനുവിനും സത്യത്തിൽ അത് ഇഷ്ടമായി. കാരണം ചെറിയ ഒരു അഹങ്കാരം വന്നിരുന്നു തള്ളക്ക്. സ്വന്തമായിട്ട് എനിക്ക് നടക്കാറായപ്പോൾ അലീന വേണ്ടാന്നുള്ളൊരു ഒരു ഇതിലേക്ക് വന്നിരുന്നതാണ് മുത്തശ്ശി. അതുകൊണ്ട് തന്നെ മുത്തശ്ശി കമല ആട്ടും തൂപ്പും കൊണ്ട് കിടക്കട്ടെ എന്ന് തന്നെ മനുവും വിചാരിക്കുന്നു. പിന്നീട് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ രോഹിത്തും അറിയുന്നുണ്ട് അലീന തൻ്റെ സ്വന്തം ചേച്ചി എന്നുള്ള കാര്യം. അത് രോഹിത്തിനെ വല്ലാതെ തകർക്കുന്നുണ്ട്.